ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മസാല ചാറ്റാണ്. നമ്മൾ സാധാരണ കടൽത്തീരത്തൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒന്നാണ് ഈ മസാല ചാറ്റ്. അപ്പോൾ അതേ ടേസ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നല്ലൊരു മസാല ചാറ്റ് തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ ഈ മസാല ചാറ്റ് തയ്യാറാക്കുന്നത് നിലക്കടല വെച്ചിട്ടാണ്. ഇതിപ്പോൾ 1 കപ്പ് നിലക്കടല ഉണ്ട്, 200 ഗ്രാം ആണ്. സാധാരണ നമുക്ക് മസാല ചാറ്റ് ചുണ്ടൽ കടല വെച്ചിട്ടും തയ്യാറാക്കാം. അപ്പോൾ രണ്ടും സെയിം രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പച്ച കപ്പലണ്ടിയാണ്, അത് വേണം നമുക്ക് മസാല ചാറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഇത് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് കൂടി എടുക്കണം. എന്നാൽ ശരി, ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പലണ്ടി വേവിച്ചെടുക്കാനും മാത്രമുള്ള വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരണുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇത്രയും കപ്പലണ്ടിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പ് ചേർത്തോണം, എങ്കിൽ മാത്രമേ ഈ കപ്പലണ്ടിയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ട് വരുള്ളൂ. ഒരു 5 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ട് വരും. നമ്മുടെ കപ്പലണ്ടി ഇപ്പോൾ ഏകദേശം വെന്തിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഒരല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിക്കാൻ തന്നെ കപ്പലണ്ടി പ്രത്യേക ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാല ചാറ്റ് തയ്യാറാക്കുന്ന ടൈമിൽ നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കപ്പലണ്ടി എല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ട് വരുമ്പോഴത്തേക്ക് ആ ചുരുങ്ങിയിരിക്കുന്ന കപ്പലണ്ടി എല്ലാം കുറച്ച് നന്നായിട്ട് വീർത്തിട്ട് വരും. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളം ഫുള്ളും അരിച്ച് മാറ്റിയിട്ട് കപ്പലണ്ടി മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് കൂടി ചേർക്കണം. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് കൂടി ചേർക്കണം. ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്ന എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കുക്കുംബർ കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ചെറുതായിട്ട് പഴുത്ത മാങ്ങയാണ്. അതായത് നമ്മൾ ഈ പച്ച മാങ്ങ 2 ദിവസം പുറത്തിരിക്കുമ്പോൾ ചെറുതായിട്ടൊരു മഞ്ഞ കളറിൽ വരില്ലേ, അങ്ങനെ ചെറിയ ഒരു ടേസ്റ്റുള്ള മാങ്ങയാണ്. ഒരുപാട് പഴുത്തത് ചേർക്കണ്ട. ഈ ചെറുതായിട്ട് പഴുത്ത പച്ച മാങ്ങ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൂടെ തന്നെ ഒരു പകുതി തക്കാളി കൂടി, ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി, വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ പകുതി തക്കാളി, അപ്പോൾ അതുകൂടി ചേർക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ചാറ്റ് മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാല ചാറ്റിൻ്റെ മെയിനായിട്ടുള്ള മസാല എന്ന് പറയുന്നത് ചാറ്റ് മസാല ആണ്. ചാറ്റ് മസാല ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഡ്രൈ മാംഗോ പൗഡറാണ്. അപ്പോൾ ഈ ഡ്രൈ മാംഗോ പൗഡർ ചേർത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഇത് ഓപ്ഷനിലാണ്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് ഈ ചാറ്റ് മസാലയും ഡ്രൈ മാംഗോ പൗഡറും എല്ലാം. ഇപ്പോൾ ഈ രീതിയിലുള്ള ചാറ്റ് മസാല, ഡ്രൈ മാംഗോ പൗഡർ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ പുറത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിച്ചിട്ട് കേടായി പോകും. അതിൻ്റെ പേരിൽ നമ്മളെപ്പോഴും ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ നിങ്ങളത് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ ചിലയിടത്തു നിന്നെല്ലാം വാങ്ങുന്നത് നല്ല എരിവായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്, നമുക്ക് കഴിക്കാനേ പറ്റില്ല, നല്ല എരിവായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ കപ്പലണ്ടിക്ക് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഈ വെജിറ്റബിൾസിനൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു പകുതി അളവിൽ നാരങ്ങയാണ്. അപ്പോൾ ഈ നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ ഈ ചാറ്റ് മസാലയും നാരങ്ങ നീരൊക്കെ ഇതിൽ മസ്റ്റായിട്ടുള്ള ഒന്നാണ്. ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ കറക്റ്റ് ടേസ്റ്റേ കിട്ടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ആ മസാലയുടെയൊക്കെ ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. അപ്പോൾ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ചിലർക്ക് നമ്മുടെ ഈ മസാല ചാറ്റ് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് തണുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ചൂടോടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ എങ്ങാനും തണുത്ത് പോയാൽ ഒരു 30 സെക്കൻഡ് എങ്ങാനും ഓവനിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചൂടായിട്ട് കിട്ടും, ഓവൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 1-2 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിൽ മിക്കവാറും ഉള്ളതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ, നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.